ഭയങ്കര എക്സ്പെക്ടേഷൻ ആളാട്ടോ. നമ്മൾ ശരിക്കും കളി തുടങ്ങാം. കുട്ടി കരയാൻ എന്തെങ്കിലും അടയാളം ജനം കണ്ടുപിടിച്ചോ. എന്റെ പെങ്ങള് ബർത്ത്ഡേ ആയിട്ട് പണിയെടുക്കുന്നുണ്ട്. ഓർഡർ പ്രൈസും നെഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജിനിയുടെ കുക്കിംഗ് നമ്മള് ടാസ്ക് ഇവിടെ അപ്പൊ ഓഗസ്റ്റ് 4 ഞങ്ങളെ പെങ്ങളെ ബർത്ത്ഡേ ആണ്. ഓളെ സ്കൂളിൽ പോകുമ്പോൾ ഇറങ്ങി വെച്ചിന്റെ കസിൻസിനെയും കൊണ്ടുവരുന്ന ഇവിടെ വർക്ക് ഫ്രം ഹോമും ഇല്ലവരും ലീവ് എടുത്തവരും ആഫ്റ്റർ ലീവ് എടുത്തവരും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ അവർക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ സർപ്രൈസ് കൊടുക്കാനും പാടില്ലല്ലോ. ഇവിടെ ഇവർക്ക് തന്നെ നമ്മള് ട്രഷറന്റ് ഇവിടെ കുറെ ഓടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രഷറന്റിന്റെ നമ്മുടെ സെയിം അന്ന് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇന്ന് ചലഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവളുടെ അതെ ഇവളുടെ നമ്മള് ട്രഷറന്റ് ചെയ്യുന്നെങ്കിൽ എന്റെ പെങ്ങൾക്ക് കുറച്ച് മടിച്ചു കിടക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചലഞ്ച് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചലഞ്ച് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ നമുക്ക് പോയോക്കാം എന്താവുന്നില്ല. ഇതിൽ നമ്മൾ ഫുൾ കാണിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ചലഞ്ച് സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പൊ തുടങ്ങല്ലേ. അങ്ങനെ ജിജു ടൗണിൽ പോയിട്ട് ഫുൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇനി ജിനിയുടെ സ്കൂളിൽ നിന്ന് കൊണ്ടേ. അതെ, അപ്പൊ ഉമ്മാക്ക് എന്തായാലും ഒന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ജിജു ഉമ്മയും കൂടിയും പോയിട്ട് എന്ത് ചെയ്യും, ജിനിനെ കൊണ്ടുവരും. ഇനിയാണ് ശരിക്കും നമ്മളെ പരിപാടികൾ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനും ഉമ്മയും കൂടി ജിനി മോളെ സ്കൂളിൽ പോയി കൂട്ടി കൊണ്ടുവരട്ടെ. ഓക്കുന്ന പാരന്റ്സ് മീറ്റിംഗുകളാണ്. അപ്പൊ പോലമ്മ 5 പേപ്പർ 10 പേപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ പേപ്പറൊക്കെ നമ്മൾ സെറ്റ് ആക്കി. ഇനി ഇതിന് നമ്മൾ ടാസ്ക് എഴുതിയിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം സോഫ്റ്റ്വെയർ ആക്കാന്ന് വിചാരിച്ച്. പക്ഷെ ഇങ്ങനെ ടൈമില്ല, അത് ചെയ്ത് റെഡി ആക്കി എടുക്കുമ്പോൾ ടൈമില്ല. പിന്നെ എനിക്ക് ഓഫീസിലെ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ടാസ്ക് ചെയ്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അത് മടക്കിയിട്ട് ഇവിടെ ടാസ്ക് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് ചെയ്തും ഒക്കെ നമ്മൾ കൊടുക്കും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ പാരന്റ്സ് മീറ്റിംഗിൽ നിന്ന് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ആ ടൈം കൊണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി തീർക്കും. ഭാഗത്ത് നമ്മൾ ടാസ്ക് ഒക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അവൾ ഏത് നിമിഷം വരും. അതിൻ്റെ മുന്നേ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക്. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ്റെതാണ് ആൾക്ക്. അതുകൊണ്ട് ആദ്യം അവളുടെ എക്സ്പെക്റ്റേഷൻ കളയണം. അവൾ മിക്കവാറും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അവൾ വരുന്നത് ഞങ്ങളിവിടെ പോപ്പർ പൊട്ടിക്കുന്നതെന്നില്ലൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. അത് ക്യാൻസൽ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ അത് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ്റെ ആളാട്ടോ. കാണാം ആ മുഖത്തുള്ള കളച്ചിരിയും ആ വെയിറ്റിംഗ് ഒക്കെ അതിനാണ്. വെയിറ്റിംഗ് കൊടുക്കണേ. മറ്റേ നേരെയാണ് കയറി വരുന്ന ആളാണ്. കണ്ടാ ഭയങ്കര സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്നും കൊടുക്കൂല. അപ്പം ഇങ്ങനെ ബാക്കി നമുക്ക് ജുവനൊക്കെ കൂട്ടിയിട്ട് ഒക്കെ സർപ്രൈസ് കൊടുക്കുമ്പോൾ ജുവാ ഇവിടെ ഒരുങ്ങുണ്ടായിരുന്നു. ജുവാ ഒളിച്ചിക്കേ. ഓക്കെ ജിനി വന്നിട്ട് വാ വാ. അങ്ങനെ ഞങ്ങൾ ജിനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പോര് ഓളെത്തിക്കണേ. ആ കുഴപ്പമൊന്നുമില്ല, കമാ. അപ്പം എന്നാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങലേ അല്ലേ. പിന്നെ അവള് ഓവർ എക്സ്പെക്റ്റേഷൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ അവൾ കയറി വന്നപ്പോൾ എക്സ്പെക്റ്റേഷൻ ഞങ്ങൾ പൊളിച്ചിറങ്ങിയത്. ആ മുഖം കണ്ടപ്പോൾ ആ വീഡിയോയിലില്ല. ഞാൻ ഓളം മുന്നിൽ ക്യാമറ എടുത്ത് നോക്കുന്നു. ആ വീഡിയോയിലില്ല എന്നേ ഉള്ളൂ. പോയിക്കണം കഴിക്കുന്നു പോയിക്കണം. ആ മുഖമൊക്കെ പോയിക്കണം. ഇനി നമുക്ക് തുടങ്ങാം, കമാണ്. അങ്ങനെ എന്തായാലും സീനായി. കരഞ്ഞ് കാണിച്ചാൽ ഞാൻ അതേ പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യണ്ട. കുളിച്ച് മാറ്റി പറയാൻ നേരം പൈസ തരുമോ? അന്ന് പൈസ അടിക്കാം. എത്ര അന്നടുത്ത പൈസ കിട്ടി. പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നേരാ. അതിനിപ്പോ എന്താ. അപ്പം നമ്മൾ ശരിക്കും കളി തുടങ്ങാൻ പോകണം. തുറന്നോട്ടെ. നീ കരയിപ്പിച്ചിട്ട് വരാം. അടിയിൽ എന്റെ കുട്ടി കരയാണ്. കരഞ്ഞു വെച്ചോക്കി. അപ്പൊ എന്നാ കേക്കൊക്കെ കൊടുക്കാം. അങ്ങനെ തരുമൊന്നുമില്ല. ബാക്കി എന്റെ ഉമ്മാന്റെ അടുത്ത്. അപ്പൊ ആ ടാസ്ക് തുറന്നാണ്ട് വായിച്ച എന്താണ് എന്റെ സൈക്കിളിൽ 8 റൗണ്ട് 8 ഇടുക. കാല് കുത്തിയാ വീണ്ടും ആദ്യം തൊട്ട് നടന്നോ സൈക്കിൾ. അപ്പൊ നമുക്ക് ഈ ഇതിൽ ഏത് വണ്ടികൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജിജുവിന്റെ ആ സൈക്കിളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലൊരു റൂൾ ഇത്രേ ഉള്ളൂ. നോക്കിയാ ഈ ലൈനിന്റെയും
ഈ ലൈനിന്റെ അടിയിൽ കൂടി ഇടണം 8 പ്രാവശ്യം കാലുത്തിയ ആയം തൊട്ട്. ഓക്കെ, ഇതാണ് എന്റെ ഫസ്റ്റ്. അപ്പൊ സെറ്റ് അല്ലേ? എന്നാ 8 പ്രാവശ്യം 8 കാലുത്തിയ ഔട്ടാക്കൂട്ടാ. പിന്നെ ആയം തൊട്ട് റൗണ്ട് ജിനി ഇടാൻ പോവാണ്. 8 അല്ല 0 അല്ല. ആ പോയി ആയം തൊട്ട് 8 0 അല്ല. ഫൈനൽ ലാപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആവും. അതാ കൊളായി ഇല്ല അതാ ഇവിടെയാണ് മോസ്റ്റ് ഡേഞ്ചർ. അതാ പോയി ഇല്ല അങ്ങനെ ഫൈനൽ റൗണ്ട് കംപ്ലീറ്റ് ആക്കി ഉമ്മാന്റെ അടുത്ത് പോയി സെക്കൻഡ് ടാസ്ക് വാങ്ങിക്കും. മമ്മി സെക്കൻഡ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് സെക്കൻഡ് ടാസ്ക്? കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഫ്രീ ഫോളോവറിൽ ഫസ്റ്റ് അടിക്കാം. എന്നാ പോരെ, ഓഫീസിൽ കടന്നോ. ലാപ്പൊക്കെ ഓൾറെഡി ഓൺ ആണ്. അപ്പൊ നമ്മള് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഫ്രീ ഫോർ ഓളില് ഫസ്റ്റ് പ്ലേസ് അടിക്കണം. ഓക്കെ, അതാണ്. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചോ. തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എത്തണം. അതെ, കേക്ക് ഷോപ്പ് ഒക്കെ പൂട്ടിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്യണം കേട്ടാ. അങ്ങനെ ജിൻസിന്റെ ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് റാൻഡം കളിയിൽ. ഫസ്റ്റ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ നമുക്ക് നോക്കാം. മിക്കവാറും ഇങ്ങോട്ട് എത്തിച്ചാവും. എന്തായാലും നോക്കാം. ഇപ്പൊ തന്നെ തോറ്റു തുടങ്ങി. ഇപ്പൊ തന്നെ 4ാം സ്ഥാനത്തൊക്കെ ആയി. ലോങ് ഷോട്ടാണ്. പക്ഷേ അതാ ബാക്കിൽ കൊല്ലവനെ. വീണ്ടും ജിൻസ് അവൻ 9 കില്ല് എടുത്തിട്ടുണ്ട്. മാത്രമാക്കി അത് മറ്റെളുപ്പിലോ. ഫൈനൽ കില്ല് കൊന്ന് കില്ലർ ജയിച്ചു. സെക്കൻഡ് അല്ല, ഫസ്റ്റ് പ്ലേസ്. അപ്പൊ നമ്മള് വീണ്ടും റീസ്റ്റാർട്ട്. ഒരാട്ടം കൂടി ചാൻസ് കൊടുക്കല. അങ്ങനെ ജിൻസി അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അങ്ങനെ ഫസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അതൊരു ബൂം ചിക്കാവാ ഷോട്ടായിരുന്നു. തിരിച്ചു വരും. ജിൻസിയാണ് ഇപ്പോഴും ഫസ്റ്റ്. അത് ആ സ്കോർ നോക്കുമ്പോൾ മനസ്സിലാവും ഗായ്സ്. 5-1 അല്ല 5-2 ഫസ്റ്റ് പ്ലേസിലുണ്ട്. പൊട്ടിക്ക ജിൻസിടാ. എന്നാലും കഴിഞ്ഞ കളി ഇന്ത്യയിലാണ് വെച്ചിട്ടുണ്ട്. 9-3 ആണ്. പോസിബിലിറ്റി കൂടുതലാണ്. ഇതാ 12 8 കില്ലും കൂടി കിട്ടിയ ജിൻസിക്ക് അടുത്ത ടാസ്കിലേക്ക് പോകണോ ഓ ഇനി 6 കില്ലുകൾ ബാക്കി.
ബോട്ടാണ് തോന്നുന്നുണ്ട് മണ്ണൊക്കെ. അയ്യോ 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 ഇത് ഇങ്ങനൊന്നും അല്ലടാ. അതാ 16. അത് വെറും 3 കില്ല്. അത് മിസ്സായി. അല്ല 18 വെറും 2 കില്ല്. 19 ആയിട്ടുള്ളൂ. ഓ ജിൻസ് കൺഗ്രാറ്റ്. അപ്പൊ നമ്മള് ടാസ്ക് 3 ഓപ്പൺ ചെയ്യൂ. കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരും, അതിൽ നിന്ന് അത് ഏത് സിനിമയാണെന്ന് കണ്ടു. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് എന്റെ ഫോണിൽ കുറച്ച് ഇമേജസ് ഉണ്ട്, അത് ഞാൻ ടിവിക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഓക്കെ, ഇപ്പൊ കാസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ടിവി നമ്മൾ കാണാം. ഇത് അവള് ഗസ് ചെയ്യണം. ഇത് അവള് ഗസ് ചെയ്യാന്നുള്ളതാണ് അവളെ ടാസ്ക്. ഓളെ ചുറ്റുമില്ല നമ്മളെ കസിൻസിന്റെ സിബ്ലിങ്സിന്റെ പരിപാടി എന്താ വെച്ചാല് ഓളെ ഡിസ്ട്രാക്ട് ചെയ്യാം. എന്താണില്ലെന്നില്ല മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? സോ ജിനെ ഫസ്റ്റ് ഇത് ഏത് മൂവിയാന്നുള്ളത് പറയാം. ഇത് കണ്ടിട്ട് കടലാമയാണ് തോന്നുന്നില്ലേ? ഇത് കടലാമ, ഇത് മൂക്ക്, അല്ലത് കണ്ണ്. അപ്പൊ കടലാമ കണ്ണ് സ്കൂളിൽ പോയി. അതെന്താ മനുഷ്യനാണ്. അപ്പൊ അതെന്താണ്? കടൽക്കണ്ടിയാണ്. നീല ആകാശ. ഓ ബുദ്ധിയില്ലാത്ത കുട്ടിയായിരുന്നു. ഇതെന്താ? കടല്. ഇതെന്താ? കണ്ണ്. കടൽ കണ്ണ്. ഡി കടൽക്കണ്ടി. ഇതെന്താ സ്കൂളിലൊക്കെ വന്നിരുന്നല്ലേ ചങ്ങായി? ഫേമസ് ആയി. ഇത്ര ബുദ്ധിയില്ലാത്ത കുട്ടിയാണല്ലോ എന്റെ പങ്കാളി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ CID മൂസ. ഓക്കെ, അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഇത് തോന്നിയിരുന്നു. ഓക്കെ, ഇവിടെ ഫുള്ള് കണ്ടുവരുന്നുണ്ട്. അതല്ല ഇന്ന് സ്കൂളിലല്ല പോയത്. ഞാൻ നേരത്തെ പറയാം, ഇത് എക്സ്പെക്ടേഷൻ ലെവല് കൂടിയോണ്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാനൊക്കെ യൂട്യൂബിലൊക്കെ തപ്പി കണ്ടുപിടിച്ചാണ് തോന്നുന്നത്. അത് നമ്മൾ ആലോചിക്കാതെ അത്ര. അപ്പൊ ഓക്കെ, എന്തായാലും മൂന്നാമത്തെ ടാസ്ക് ഭയങ്കര കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി. അതുകൊണ്ട് ഇനി നാലാമത്തെ ടാസ്ക് 4 കൊടുക്കുവാനായി ഞാൻ എന്റെ സ്വന്തം BVS ക്ഷണിക്കുന്നു. കൈയ്യെടുത്തിന്റെ BVS ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് എന്താ വെച്ചാല് ഇതില് നമ്മള് നമ്മുടെ ഇതിനെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മളെല്ലാം ഇങ്ങനെ ഇറക്കി വെക്കും. എങ്ങനെയാണ് ഇത് കളിക്കല്? പക്ഷെ നമ്മളിത് കളിക്കല് എങ്ങനെയാ വെച്ചാൽ എന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാ? അല്ലെങ്കിൽ വേണ്ട, മഞ്ഞ ആയിക്കോട്ടെ. നമ്മള് മഞ്ഞനെ മാത്രം എടുത്തു വെച്ചു. ഈ 4 മഞ്ഞ നമ്മൾ എടുത്തു വെക്കും. അപ്പൊ ഇതിൽ എത്ര മഞ്ഞ ഉണ്ട്? 4 മഞ്ഞ. ഇനി ഞങ്ങള് ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെക്കും. അപ്പൊ നമ്മള് ലാസ്റ്റത്തെ തോടി ഇതിൽ വെച്ചു. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ജിൻസിയുടെ ഫേവറേറ്റ് കളർ അല്ലെങ്കിൽ ജിൻസിയുടെ കളർ എന്ന് പറയുന്നത് മഞ്ഞ. ഈ മഞ്ഞ എവിടൊക്കെ വെക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോ. എന്തെങ്കിലും ഒരു അടയാളം ജനം കണ്ടുപിടിച്ചോ. വീണ്ടും മഞ്ഞ വെച്ച്, വീണ്ടും മഞ്ഞ, വീണ്ടും മഞ്ഞ. ഇതിമ്മ കൊറേ പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി വെച്ചോ. എടുക്കുന്ന 4 മഞ്ഞാവും. ഓക്കെ, ആ
ആദ്യത്തെ 2 തെറ്റായി. ഇനിയാണ് എനിക്ക് അറിയാത്തത്. സംഭവം മമ്മരെ കണ്ടിട്ടാ. ഇനി ഇന്ന് വന്നോളി. ഫും, 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 ഫും. ഇതെന്താ? ഇതാ. സംഭവം എനിക്ക് മനസ്സിലാവണില്ല ഈ 3ാമത്തെ 4ാമത്തെ ടാസ്ക് എങ്ങനെ എത്ര പെട്ടെന്ന് തീർന്നേ. പക്ഷെ കുഴപ്പമില്ല. അതിപ്പോ ഏത് ഗെയിം കളിക്കുമ്പോഴും ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടാവും. അത് ഓക്കെ ആണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം. ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള ടാസ്ക് കൊടുത്താൽ പോലെ. ഓക്കെ, 5ാമത്തെ ടാസ്ക് കൊടുക്കാൻ ഞാൻ ഋഷുവിനെ ക്ഷണിക്കുന്നു. പോലെ 5ാമത്തെ ടാസ്ക് എന്താ നോക്കാം. നീ ഒരു ഭൂലോക മണിക്കാണെന്ന് അറിയാവുന്നത്. ഓക്കെ, അതായത് ഞാൻ കാർ എടുത്തിട്ട് ഇന്റെ കാർ ഇതുവരെ കൈക്ക് തരാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് ഫുള്ളായിട്ട് ആ കാർ വാഷ് ചെയ്ത് തന്നിട്ട് അടുത്ത ടാസ്ക് എനിക്ക് തരുള്ളൂ. ഹാപ്പി അല്ലേ ഗായ്സ്? ഈ കാർ കഴുകിട്ട് ഇത് കണ്ടില്ല, എന്തായാലും ഇങ്ങനെ ഒരു ടാസ്ക് വന്നോണ്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ കാർ കഴുകാൻ വേണ്ടി അത് ആ മെഷീനൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണക്ട് ചെയ്ത് സ്വന്തമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം കാർ. കറണ്ട് അടിച്ച് വടി ആവണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു പാർട്ടി ഞങ്ങൾ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഹാപ്പി അല്ലേ? എന്നാ തുടങ്ങിക്കോളൂ. അപ്പൊ നമ്മളെ പ്രഷർ വാഷറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് തുടങ്ങാൻ പോണതൊക്കെ 5 മിനിറ്റ് ഇരിക്കും. അങ്ങനെ വെറുതെ പ്രഷർ വാഷർ കൊണ്ട് അടിച്ചാൽ പോരാ, വണ്ടി ക്ലീൻ ആക്കണമെങ്കിൽ ഷാമ്പു ഇട്ട് കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെങ്ങള് ബർത്ത്ഡേ ആയിട്ട് പണിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കാർ കഴിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാത്ത ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടാസ്ക് നമ്മളെ കാർ കഴിക്കാമെന്നാണ്. കുറച്ച് ടൈം എടുക്കും. അവിടെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും. അത് ചെറിയൊരു ഗിഫ്റ്റ്, ശരിക്കും ഗിഫ്റ്റ് നല്ല അടിപൊളി സാധനമാണ്. അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്തായി കഴിഞ്ഞോ? എങ്ങനെയുണ്ട് വണ്ടി കേൾക്കുന്ന എക്സ്പീരിയൻസ്? പുതിയൊരു അനുഭവം ഉണ്ട്. എങ്ങനെ? പുതിയൊരു അനുഭവം ഉണ്ട്. പിന്നെ പണിയുണ്ടോ? വെറും നിങ്ങൾ ഒരു മണിക്കൂർ കേൾക്കണേ, വെറും 5. ജീജു പറയണം. അല്ല ഓക്കെ പുറം ജീജു സർട്ടിഫിക്കറ്റ് തരണം. നോക്കട്ടെ, അത് വെച്ച് നോക്കുമ്പോ ബെറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ജിനി കാർ ക്ലീൻ ആക്കി. അപ്പൊ ഓക്കെ. അങ്ങനെയാണെങ്കിൽ സൊട്ടുവിന്റെ അടുത്ത് നിന്ന് അടുത്ത ടാസ്ക് തരാം. പക്ഷെ ഈ സാധനങ്ങൾ വെച്ചിട്ട് വേണം അതിൽ നിന്ന് ഉണ്ടാക്കാൻ. ഇതിൽ എന്തെങ്കിലും സാധനം മിസ്സിംഗ് ഉണ്ടോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ റിപ്പോർട്ട് ചെയ്താൽ ഇപ്പൊ അത് സെറ്റ് ആക്കാം. പെട്ടെന്ന് നോക്ക്. ഇതിൽ എന്തെങ്കിലും വാങ്ങിണ്ടോ? ലോഡർ പ്രൈസും ഉണ്ട്, നഗറ്റ്സും ഉണ്ട്, ചീസും ഉണ്ട്. ഇതിൽ മെയിൻ ഒരു സാധനം ഉണ്ട് കുക്ക് ചെയ്യണമെങ്കിൽ. എന്താ? പാനൊക്കെ അടുക്കളയിൽ എടുത്തോ, കുഴപ്പമില്ല. വേറെ സാധനം ഇതിൽ മിസ്സിംഗ് ആണ്. എന്താണ്? അങ്ങനെ കണ്ടുപിടിച്ചോ. ഓയില് വീട്ടിൽ എടുക്കാൻ പറ്റൂല, പകരം അത് ഈ ടാസ്ക് പറഞ്ഞാണ്. ഈ ഇവന്റെ കൂടെ പോയിട്ട് ഒറ്റക്ക് പോയി ഓയില് വാങ്ങിക്കൊണ്ടിരണം. ആ ഏത് ഓയിലേക്കാണ് ഇതാക്കാന്? ആയിക്കോട്ടെ, എന്നാ പോയി ഓയില് വാങ്ങിയിട്ട് വരും. ഞങ്ങൾ ശരിക്കും സൈക്കിൾ എടുത്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചതിന്, പിന്നെ ഡിലേ ആയതുകൊണ്ട് മാത്രം ജിജുവിന്റെ കൂടെ ബൈക്കിന് വിടുന്നു. അപ്പൊ ഓയില് അങ്ങനെ ജിജു ഓയില് വാങ്ങാൻ പോവാണ്. കിട്ടിയാ? പാമോയില് വാങ്ങിയാ? എന്നെങ്കിൽ വിശക്കുണ്ട്, വേണ്ടാക്കിയാ. ജിനി നമുക്ക് ഇന്ന് ലോഡർ ഫ്രൈസും നഗറ്റ്സ് ഒക്കെ ഉണ്ടായി. ഇന്ന് ജിനിയുടെ കുക്കിംഗ്. എല്ലാരും ജിനിന്റെ നഗറ്റ്സ് ഇട്ടാ റെഡി അല്ലേ? എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കിയതാ. വിശക്കുണ്ട്, നിങ്ങൾക്ക് വിശക്കുണ്ടോ? ഐസിനൊക്കെ വിശന്ന് പണ്ടറങ്ങിക്കാണ്. അങ്ങനെ ഗായ്സ് നമ്മള് ജിനി ഇപ്പൊ എത്തും. വെയിറ്റിംഗിലാണ്. വളരെ എത്തി എന്തായി? സൂപ്പറാ. ഓർഡർ പ്രൈസ് ഒക്കെ ഉണ്ടാക്കി തന്നല്ലേ, അതുകൊണ്ട് 7th ടാസ്ക്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ജിജു. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ അപ്പൊ എന്നാല് ഇനി അടുത്ത ടാസ്ക് പറഞ്ഞുതരാം. എനിക്ക് വിശ്വാസമല്ലേ ജിജുവിനല്ലേ? ഓക്കെ, അപ്പോൾ ഈ 7th ടാസ്കില് ജിജുവിനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളെന്താ ഈ ഹെഡ്സെറ്റില് നല്ല ലൗഡായിട്ട് പാട്ടിടും. എന്നിട്ട് ജിനി പറയുന്ന സാധനം ജിജു കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് 10 മണിക്ക്
പഠിക്കുമ്പോ ബാത്റൂമ് പഠിക്കുമ്പോ ആ 10 10 പഠിക്കുമ്പോ പഠിക്കുമ്പോ എവിടെ ട്യൂഷൻ പോയത് ട്യൂഷനോ സ്കൂളില് ഓഫീസ് മെയിൻ എന്തേനു പേരാ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തേനു അത് ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് ഫോക്കസ് അവിടെ മെയിൻ ആയിട്ടുള്ള സംഭവമില്ലേ ഞാൻ എന്താ മെയിൻ ആയിട്ടുള്ള സംഭവമില്ലേ എങ്ങനെ ഇങ്ങനെ കളിക്കൂല നമ്മള് അല്ല മീനൊന്നും ഇല്ല ഫോക്കസ് ആണ് ഫോക്കസ് എന്താ പഠിച്ചിരുന്നത് എന്താ പഠിച്ചിരുന്നത് എത്ര പഠിച്ചു എന്താ പഠിച്ചത് അബാക്കസ് 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 അതാ പാട്ട് ചിലപ്പോ എവിടെങ്കിലും ഡിം ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കിട്ടി. നമ്മള് ടാസ്ക് 8 കൊടുക്കാൻ പോവാണ്. നിന്റെ 17th ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് 117 രൂപക്ക് നെസ്റ്റോയിൽ പോയി എന്തെങ്കിലും മേടിക്കൂ. അടുത്ത ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാരും ഇങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ കാർഡ് പേയ്മെന്റ് അല്ലേ? കാർഡും താത്ത കൊടുത്താൽ ഇപ്പൊ തന്നെ. റൂളൊന്നും കൂടി പറഞ്ഞുതരാ. കറക്റ്റ് 117, കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഓക്കെ, അതുപോലെ ജിന്നിന്റെ ടാസ്കുമായിട്ട് അവിടെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ജിനിയ പറഞ്ഞ ടാസ്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം. 5 മിനിറ്റ് ടൈമുള്ളൂ. നേരല്ല. മാക്സിൽ വലിയ തലല്ലാന്ന് മനസ്സിലായി. പെട്ടെന്ന് 2 മിനിറ്റ് കൂടി ഉള്ളേ. അവിടെ കൗണ്ടറിലുണ്ടോ ചോദിച്ചു നോക്ക്. 16 രൂപന്റെ ഇവിടെ 15 ഒന്നുമില്ല. 119 ഉണ്ട്. അതുപോലെ ഇവിടെ 116 ഉണ്ട്. 117 മാത്രം ഒരു സാധനങ്ങളും ഇല്ല. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 40 പിന്നെ 10. ഞാൻ പറയട്ടെ, ഒരു ഐഡിയ പറയട്ടെ. എന്തുവാടേ എന്നെങ്ങനെ പോ. ഇപ്പൊ എത്രയായി? 22. അപ്പൊ എത്രയായി? ഓക്കെ, അപ്പൊ ഇനി 10 റുപ്പീസിന്റെ ഷോട്ടും കൂടി ഉള്ളു. എന്നാ 10 കൂടി എന്തെങ്കിലും എടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പ്രാവശ്യം ഇതേപോലെ പോയത്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്താ ഓളൊരു കട. കാക്കാക്ക് കാണിച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാസ്കിനുള്ള ഇത് കൊടുക്കും. എന്നാലും 117 ഓൾ അത്യാവശ്യം ട്രൈ ചെയ്തിക്കണേ. അപ്പൊ എന്തായാലും 117 റുപ്യക്കോട് വാങ്ങിയ സ്ഥിതിക്ക് നിന്റെ 9th ടാസ്ക് അത് ഓളല്ല, ഞാൻ നോക്കാം. ഓക്കെ, വായിച്ചോ ജിനി, വായിച്ചോ. നിന്റെ ആഗ്രഹമായിരുന്നല്ലോ കേക്ക് പിടിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന്, അതുകൊണ്ട് അതങ്ങ്. ഓക്കെ, അപ്പൊ നമ്മള് കഫേ പോവാന്നാ പറഞ്ഞിട്ടില്ലേ. ഇപ്രാവശ്യം ഞാൻ ജിനിക്കർ ഓപ്ഷൻ കൊടുക്കണം. ഏത് കഫേലാണ് എനിക്ക് പോകണ്ടേ? എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, സ്ഥിരം പോകണ്ട ഹണി കേക്ക് തന്നെ പോവാം. ഓക്കെ, എന്നാ പോവാം. താത്താന്റെ ബർത്ത്ഡേന്റെ പോലെ മുന്നേ തന്നെ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള കേക്ക് എടുക്കാം, ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഓക്കെ, എനിക്ക് ഇതാ വേണ്ടേ? ഓക്കെ, ഫൈനലി നമ്മളെ പെങ്ങള് ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ടാസ്ക് തന്നെ ഒന്ന് ഗസ് ചെയ്താ. ഓള് വീട്ടിലത്തെ പ്ലേറ്റ് വെക്കാനെന്നാണ് ഗസ് ചെയ്തത്. എന്താണ്? എന്താ മതി മതി.
ഓക്കെ 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 എത്ര വീട്ടിൽ പോവാ അത്ര നമ്മൾ ടാസ്ക് അവിടെ വെക്കും. ഓക്കെ കഴിഞ്ഞു. അങ്ങനെ അവളെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുട്ടുവിന്റെ വക ഗിഫ്റ്റ്. പൊട്ടിച്ചോക്ക്. ഹാപ്പി അല്ലേ? അപ്പൊ എന്നാ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യല്ലേ? എന്നാ അവിടെ ക്യാമറ കൈ വെച്ചോ. അപ്പോ ഞങ്ങൾ വ്ളോഗ് വൈൻഡപ്പ് ആക്കിയിട്ടുണ്ട് ഓളെ കൊണ്ട്. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് ഇതാണ്, ഓളെ ഒരൊറ്റ ഗിഫ്റ്റുള്ള ഓക്ക് പഠിത്തത്തിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഞങ്ങൾ വാങ്ങി. ഇപ്പൊ ഓക്ക് അറിയില്ല ഇത് രസം എന്താ പറയാ, ഓളെ റൂമിൽ തന്നെ കൊണ്ടുവന്നു. ഈ ഊറ്റ കൂടിയ ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ തപ്പൂല ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ട് തപ്പൂലെന്നില്ല ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വാർഡ്രോബിൽ തന്നെ നമ്മള് കണ്ടിട്ടില്ല. അതാണ് ഞാൻ എന്റെ റൂമിനോട് വന്നിട്ട് ഹെയർ ഡ്രയറോട് വെച്ചിട്ട് വരെ എന്റെ വളങ്ങനെ നിൽക്കറേ. അപ്പൊ ഞാൻ പോയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എന്തേ കാര്യം ബുക്ക് ജയിക്കിന്റെ ബുക്ക് നമ്മള് ഫുൾ സെറ്റപ്പ് ജയ് അല്ല കിട്ടിയ നിങ്ങൾ രണ്ടോടെ ഇരിക്കും. നമ്മൾ രണ്ടാളും ശരിയാവില്ല. എൻട്രൻസ് പ്രിപ്പറേഷന്റെ ബുക്ക് എന്റെ കയ്യില് നീ തുറക്ക്. എന്തത്? ജെയും നീറ്റും വേറെ ഏത് വേണമെങ്കിൽ പഠിക്കാം. എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വെച്ചാ ലാപ്ടോപ്പ് എനിക്ക് ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ടച്ചിലെ ലാപ്ടോപ്പ് എനിക്ക് ഉണ്ട്. ഞാൻ എനിക്ക് പഠിക്കാൻ ഏറ്റവും ഈസിയാണ്. ഞാൻ എല്ലാം എനിക്ക് പുറത്ത് പോകുമ്പോ എടുക്കണോ ടാബ്ലറ്റ്. ഫോണിൽ പഠിച്ചാ ഇങ്ങനെ കണ്ടിട്ടില്ല എനിക്കറിയാം. ഞാനെന്ത് ലാപ്ടോപ്പും അല്ല ടാബും അല്ല, എനിക്ക് മൾട്ടിപർപ്പസ് ആണ്. ഇവിടെ തിരിച്ചടിച്ചു കഴിഞ്ഞാ അപ്പൊ ഇതിലല്ലേ പഠിക്കുക, പഠിക്കാം ഉഷാറാക്കാം. അപ്പൊ നമ്മള് ഉഷാറായിട്ട് സാധനം കൊടുത്തിട്ട് മൗസ് പാഡ് എല്ലാം. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടി നമ്മള് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇത് യൂസ്ഫുൾ ആവുക എങ്ങനെ നല്ലത് കാണിക്കണമെങ്കിൽ നമ്മള് ഓളെ ഡെസ്കിൽ ഇത് കൊണ്ടുപോയി വെച്ച് നോക്കണം. അപ്പൊ നമുക്ക് ഓളെ ഡെസ്കിൽ ഓളെ കൊണ്ട് തന്നെ കിട്ടും. അത് കുഴപ്പമില്ല. ഓളെ പഠിക്കണ കുട്ടികളുടെ ഡെസ്ക് എങ്ങനെ ഉണ്ടാവും ഞാൻ
ഞാൻ പഠിക്കണം ഉദ്ദേശിച്ചു ഞാൻ ഉപരം ഭയങ്കര അപ്പൊ ഓള് പഠിക്കും അപ്പൊ ഓളെ ഡെസ്കില് ഓളെന്നെ വെച്ച് കാണിച്ചു കൊടുക്കും. ബാക്കി ഇതിന്റെ താഴെയൊക്കെ ഇതില്ലേ അതവിടെ കട്ടെ നമുക്ക് ഓളെ ഡെസ്കില് വെച്ച് കാണിച്ചു കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല. പഠിപ്പിക്കും എങ്ങനെ ആവുന്നില്ലേ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാണ്ട് അപ്പൊ ഞാനുണ്ട് ഹാപ്പിയാ ഇതാണ് പഠിപ്പി ഗെറ്റ് സ്റ്റാർട്ടറൊക്കെ അടിച്ച് ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മള് പ്രത്യേകിച്ച് ഇടൂലേ ഇത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേന്നില്ലൊക്കെ ജിനി പറഞ്ഞുതരും. എന്താ ഒറ്റ വേർഡിൽ എന്താ പറയല്ലേ എനിക്ക് സത്യം എനിക്കൊന്നും പറയണ്ടറിയില്ല. ഹാപ്പിയാണോ? ഹാപ്പി ആണോ? അപ്പൊ ജിനി ഹാപ്പിയാണ്, ഞങ്ങൾ അതിലേറെ ഹാപ്പി. അപ്പൊ ഈ വ്ളോഗ് ഞമ്മൾ ശരിക്കും അതിന്റെ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഈ വാങ്ങിയ ക്രോം ബുക്ക് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഓട് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ജെന്യുവിൻ റിവ്യൂ ഞങ്ങൾ ഇടുന്നുണ്ട്. ഇത് വാങ്ങിക്കൊടുത്താൽ മുതലാവില്ല എന്നുള്ളത്. അപ്പൊ പറഞ്ഞ പോലെ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ. ഹാപ്പി.